കോഴിക്കോട് വണ്ടി സ്പെയർ പാർട്സ് ഗോഡൌണിൽ തീപിടുത്തം. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു. വിവരങ്ങളുമായി അഭിന ചേരുന്നു. അഭിന, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ദീപ്തി, അല്പസമയം മുൻപാണ് കോഴിക്കോട് സ്പെയർ പാർട്സ് സൂക്ഷിച്ച ഗോഡൌണിന് മുൻപിൽ ഗോഡൌണിന് തീ പിടിച്ചിരിക്കുന്നത്. നടക്കാവ് 4-ാം ഗേറ്റിന് സമീപമുള്ള പഴയ കെട്ടിടത്തിലാണ് ഇപ്പോൾ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വാഹനങ്ങളുടെ പഴയ പാർട്സുകൾ സൂക്ഷിച്ച കെട്ടിടത്തിനാണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത്. ഫയർഫോഴ്സ് നാല് യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ബീച്ച്, മീൻചന്ത തുടങ്ങിയ എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ ഫയർ യൂണിറ്റ് എത്തിയിരിക്കുന്നത്. ഏകദേശം 4 ഫയർ യൂണിറ്റ് ആണ് ഫയർഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോഴും തീയണക്കൽ തുടരുകയാണ്. നേരിയ രീതിയിൽ ഇപ്പോൾ തീ കത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുക ഉയരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ആളപായമൊന്നും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ആളുകളെല്ലാം പുറത്തേക്ക് പോയ സമയത്തായിരുന്നു ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലേക്ക് ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും ചെറിയ രീതിയിൽ തീ കത്തുന്നുണ്ട്. ഇത് അണയ്ക്കാനുള്ള ശ്രമം ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദീപ്തി, ശരി. കോഴിക്കോട് വണ്ടി സ്പെയർ പാർട്സ് ഗോഡൌണിൽ തീപിടുത്തം. ഫയർഫോഴ്സ് എത്തി തീ അടയ്ക്കാൻ ശ്രമിക്കുന്നു. അഭിനയാണ് വിശദാംശങ്ങൾ നൽകിയത്.